ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ ഫോണൊന്ന് വാങ്ങി വെക്കുന്ന നേരം എൻ്റെ പടച്ചോനെ ഇതെത്തിരി ആപ്ലിക്കേഷൻസ് അതിൽ കുത്തി നിറച്ചിക്ക് മാണ്ടിയതും മാണ്ടാത്തതും എല്ലാം ഉണ്ട് ഇന്ന്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടാവും, ഒരുപാട് ഉപയോഗിക്കാത്തോ ഉപയോഗിക്കുന്നോ ഒക്കെ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ ചിലതിൽ മാൾവെയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില ആപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക എങ്ങനെയാണ്? അതിന് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആവശ്യമില്ല. ഫോണിൽ നിന്ന് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാം. അതെങ്ങനെ? അതിന് നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ വലത് ഭാഗത്ത് മേലെ നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മേലെ ഒരു ഗിയർ ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ എനേബിൾ ആയി കാണും. ഡീഫാൾട്ടായിട്ട് എനേബിളിൽ ഉണ്ടാകുക, അഥവാ ഓഫിലാണെങ്കിൽ ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ഇവിടെ സ്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് സ്കാൻ കൊടുക്കുക. ഇങ്ങനെ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും സ്കാൻ ചെയ്തിട്ട് അതിൽ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന മാൽവെയർ ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അത് കാണിച്ചു തരും. അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിലുണ്ട്, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വേണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ ഫോണിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിക്കളാം. കൂടുതൽ ആപ്ലിക്കേഷൻ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്പീഡ് കുറയും. നേരം ചോദിക്കും, ചങ്ങായി ഇനി എന്നല്ല ഇതെല്ലാം കൊണ്ട് തീർത്ത്. നമ്മൾ ചെയ്യുന്ന എന്താ, പ്ലേ സ്റ്റോറിലുള്ള ഓരോ ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുക ചെയ്യുന്നത്. അതിൻ്റേതായ ആവശ്യക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യമില്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ആവശ്യക്കാർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആവശ്യം കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക. വീണ്ടും ആവശ്യം വരുന്നവർ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ. സംഭവം ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.